ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ തേർഡ് പാർട്ട് അതാണ്. ഫസ്റ്റ് 2 വീഡിയോസ് നമ്മൾ ഇതിനെക്കുറിച്ച് ചെയ്ത് കഴിഞ്ഞു. ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ടി വരുമ്പോഴത്തെ ഒരു പ്രോസസ്സാണ്. എങ്ങനെയാണ് നമ്മൾ അത് നമുക്കൊരു വിഷമമില്ലാതെ, അതായത് ചിലപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു സാധനം സെലക്ട് ചെയ്യാൻ പോകുന്നു. ആദ്യത്തെ കാര്യം നമ്മളങ്ങ് എടുത്തു. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തോന്നും, ചേട്ടാ ഇതിന് ശേഷമുള്ളത് ആയിരിക്കുമോ നല്ലത്, ഞാനത് കാണാഞ്ഞുകൊണ്ടാണോ, അല്ലെങ്കിൽ ആദ്യത്തെ എടുക്കണോ, നടുവിലത്തെ എടുക്കണോ, അവസാനത്തെ എടുക്കണോ. ചിലപ്പോൾ ഒരു 100 എണ്ണമായിരിക്കും, 100 എണ്ണത്തിൽ നിന്നായിരിക്കും നമുക്ക് ഒരെണ്ണം എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളൊരു 95 എണ്ണവും കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള 5 എണ്ണം ചിലപ്പോൾ നല്ലതല്ലായിരിക്കും. സോ ഇതിൽ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് റാൻഡമായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ്, അതായത് ഒരു 100 സാമ്പിൾ നമ്മൾ നോക്കും, 100 എണ്ണം നമ്മൾ നോക്കുന്നു. ഇത് ചെരുപ്പ് എടുക്കാൻ പോകുന്നു. അപ്പോൾ ചെരുപ്പ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലൊരു തീരുമാനം ഉണ്ടാക്കും, ഞാനൊരു 50 എണ്ണം നോക്കും, അതിൽ നിന്ന് ഞാനൊരെണ്ണം സെലക്ട് ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റിന് ഇതൊരു ആക്ച്വലി ഒരു പ്രോബബിലിറ്റി മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റാണ്. ഇത് മാരേജിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളൊക്കെ പഴയ സിനിമയിലൊക്കെ കണ്ടു കാണുമായിരിക്കും. അപ്പം ഇപ്പോഴും പലരുടെയും മനസ്സിലും ഉണ്ടാകും, ഞാൻ അങ്ങേരെ കെട്ടിയിരുന്നു, ഇങ്ങേരെ കെട്ടിക്കൊണ്ടാണ് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായി, ഞാൻ മറ്റേ ആളെ എത്ര നല്ല ആലോചനകൾ എനിക്ക് വന്നതാണ്, എന്നിട്ട് ഞാൻ അതൊന്നും എടുക്കാതെ ഇങ്ങനെ സെലക്ട് ചെയ്തു, അതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു റിഗ്രറ്റ് ഇല്ലാതെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ് ഇത്. അതായത് നിങ്ങളെല്ലാം കേട്ട് കാണാം നാച്ചുറൽ ലോഗ്, അല്ലെ, ഇൻ്റെ വാല്യൂ, അതായത് 2.718 കൊണ്ട് നമ്മളിപ്പോൾ എത്രയാണോ സാമ്പിൾ സൈസ് നമുക്കുള്ളത്, അല്ലെങ്കിൽ എത്ര ഓപ്ഷനാണോ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്, ഇത്ര ഓപ്ഷനാണോ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്, അതിനെ നമ്മൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 100 ആണെങ്കിൽ ഈ 100/2.718 അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറാണ്, ദാറ്റ് ഇസ് എ മാജിക് നമ്പർ, ദാറ്റ് ഈസ് 37. ഇപ്പോൾ 100ൻ്റെ കേസ് ആയിരുന്നു നമുക്ക് 37%. അപ്പോൾ 100 എണ്ണം നമ്മൾ കാണാമെന്ന് കരുതുക. ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി, നമുക്ക് 100 എണ്ണം എനിക്ക് അത്ര 100 എണ്ണം നോക്കാനുള്ള സമയം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു 37 ആണ് നമ്മുടെ നമ്പർ. അപ്പോൾ ആദ്യത്തെ 37 നമ്മൾ നോക്കുക, 1 by 1 ആയിട്ട് നോക്കിയിട്ട് അതൊന്നും എടുക്കാൻ പാടില്ല, അതിലെ ബെസ്റ്റായിട്ടുള്ള ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുക, മനസ്സിലിങ്ങനെ കരുതുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് 37 കഴിഞ്ഞിട്ട് 38, 39, അതിൽ ഈ 37 എണ്ണത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരെണ്ണം ഉണ്ടല്ലോ, അതിനോടടുത്തോ അല്ലെങ്കിൽ അതിനേക്കാളും നല്ലതായിട്ടുള്ള എന്തെങ്കിലും കാണുവാണെങ്കിൽ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക, അതങ്ങ് എടുക്കുക, പിന്നെ ഫർദർ നോക്കേണ്ട കാര്യമേ ഇല്ല. സോ ആ ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അധികം സമയവും ചിലവാകത്തില്ല. നമ്മളിത് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഈ സാമ്പിൾ സൈസിൽ എത്ര എണ്ണം നമ്മൾ കാണും എന്നുള്ളത്, ഇപ്പം പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമ്മളൊരു 50 പേരെ കാണാനുള്ളൊരു ടൈം നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഫിക്സഡ് ടൈം വയ്ക്കുക, ഒരു വിത്തിൻ 1 year നമ്മളൊരു 50 പേരെ, അല്ലെങ്കിൽ വിത്തിൻ 6 months നമുക്ക് 50 ഓപ്ഷൻസ്, 50 പേരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഈ പറഞ്ഞ മാതിരി ഒരു 18 19 പേരെ നമ്മൾ കാണുക, എന്നിട്ട് അതിൽ ബെസ്റ്റായിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യുക, അതിനേക്കാളും ബെസ്റ്റ് നെക്സ്റ്റ് ഏത് വരുന്നോ അത് ഫൈനലൈസ് ചെയ്യുക. അപ്പം നമുക്ക് ചിലരുടെ കേസ് എന്ന് വെച്ചാൽ ചിലർ 24 ഒരാളെ കാണും, 25 ഒരാളെ കാണും, 26 ഒരാളെ കാണും, അത് കഴിഞ്ഞ് 28 എന്നിട്ട് ഇങ്ങനെ ആ ഒരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകും. അപ്പോൾ പിന്നെ ലാസ്റ്റ് കാണുമ്പോൾ വിചാരിക്കും, ദൈവമേ ആദ്യം കണ്ടതായിരുന്നല്ലോ എന്നുള്ളത്, അപ്പോഴത്തേക്ക് അയാൾ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാകും. സോ ഈ ഒരു കേസ് ഒഴിവാക്കാനാണ് നമ്മൾ മാക്സിമം നമ്മൾ വിചാരിക്കുന്ന ഒരു സാമ്പിൾ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുക, അത് എത്രയും പെട്ടെന്ന് ആ സാമ്പിളിലുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി 37%, ഇപ്പം നമുക്ക് 40 ആക്കാം, 40% റൗണ്ട് ചെയ്ത് 40 35 ആക്കാം. അതായത് ഇപ്പോൾ 10 പേരെയാണ് നമ്മൾ കാണാൻ ഉദ്ദേശിച്ചത്, 10 ഓപ്ഷനാണ് നമുക്ക് ഉള്ളതെങ്കിൽ 10ൽ ആദ്യത്തെ 4 എണ്ണം നമ്മൾ നോക്കുക, അതിൽ നിന്ന് ബെസ്റ്റായിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് 5ാമത്തെയോ 6ാമത്തെയോ 7ാമത്തെയോ 8ാമത്തെയോ ഏതാണ് ഈ ബെസ്റ്റിനേക്കാളും നല്ലതായിട്ട്, അല്ലെങ്കിൽ ഇതിനോട് ഓൾമോസ്റ്റ് ചേർന്ന് നിൽക്കുന്നതായിട്ട് കിട്ടുവാണെങ്കിൽ യു സെലക്ട് ദാറ്റ്, ഫൈനലൈസ് ദ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് വലിയ കുറ്റബോധമൊന്നും ഇല്ലാതെ, എന്നാൽ ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ പ്രശ്നം വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഇല്ലാതെ നമുക്ക് ഒരു കാര്യം
ഫൈനലൈസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ പ്രോസസ്സ്. ഇത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങളത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് മാത്രമല്ല, എല്ലാ പ്രോസസ്സും നമ്മൾ ഇനിയും പറയാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞ പ്രോസസ്സും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടാവണം. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനെ, കാരണം എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹൈ ലെവലിലേക്ക് പോയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള ടെക്നിക്സൊക്കെ ഉപയോഗിച്ചു. കാരണം ഡിസിഷൻ മേക്കിംഗ് ആണ് ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയാം. നമ്മൾ മുന്നോട്ട് നീക്കാനായിട്ട് പലർക്കും ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആ ഡിസിഷൻ എടുത്ത ഡിസിഷനിൽ ഓൺ ചെയ്യാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് കാരണം നമ്മൾ ചെറുതോ വലുതോ എന്ത് ഡിസിഷൻ എടുത്താലും നമ്മൾ എടുക്കുന്ന ഡിസിഷൻ നമ്മൾ ഓൺ ചെയ്യണം. അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നല്ലതായിട്ട് വരത്തുള്ളൂ. നമ്മളെല്ലാം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുമ്പോൾ ഈ നമ്മുടെ പ്രോസസ്സാണ് നമുക്ക് എടുക്കാനുള്ള ഒരു കഴിവാണ് കുറഞ്ഞു വരുന്നത്. ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. നമ്മൾ സ്വന്തമായിട്ട്, ഇപ്പോൾ കുട്ടികളെ ആണെങ്കിലും നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുക. അവർ ഡിസിഷൻ എടുക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് വളരെ യൂസ്ഫുള്ളാണ്. 37 ആണ് മാജിക് നമ്പർ. അതായത് 100 ആണെങ്കിൽ 37%, അല്ലെങ്കിൽ നിങ്ങൾ 40 ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. 37% അത്ര എണ്ണം നമ്മൾ കാണുക, ഒന്നും സെലക്ട് ചെയ്ത് അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ നോക്കി വയ്ക്കുക. അതിനേക്കാൾ നെക്സ്റ്റ് ബെസ്റ്റ് അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചുള്ള സാധനം വരുമ്പം ഉടനെ തന്നെ അത് സെലക്ട് ചെയ്യുക, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അനന്തമായിട്ട് നീണ്ടുപോകുന്നത് നമുക്ക് നിർത്താം. നമ്മൾ എന്തിനു പോലും ഇപ്പം സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ ചുരിദാർ വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ നോക്കാം, നമുക്കൊരു 10-50 എണ്ണം നോക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നോക്കാനുള്ള ടൈം ഉണ്ടെങ്കിൽ പല കടകൾ, ചിലരുണ്ടല്ലോ ഒരു കടയിൽ കയറി ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അടുത്ത കടയിൽ കയറി അതും ഇഷ്ടപ്പെട്ടില്ല, വേറെ കടയിൽ കയറുന്നു. അപ്പം ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് വൈകുന്നേരം ആവാൻ നമ്മുടെ കൂടെ വന്നവരും എല്ലാം വിഷമിച്ച് അവസാനം നീ ഏതെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരെണ്ണം, ഇത്രയും നോക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം എടുത്തോണ്ടെങ്കിൽ പോരും. സോ എന്നിട്ട് പിന്നെ നമുക്ക് റിഗ്രറ്റ് ആവും. അല്ലെങ്കിൽ ആദ്യം തന്നെ ഒരെണ്ണം പോയി സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആരെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞു, ഇതിനേക്കാളും നല്ലത് ഇന്ന കടയിലുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇനിയുണ്ടല്ലോ, ഉടനെ ഇതും പൊക്കിക്കൊണ്ട് അങ്ങോട്ട് പോവുക, ഡ്രസ്സ് മാറ്റുക. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ തന്നെ ആണെങ്കിൽ കുറേ എണ്ണം സ്ക്രീനിൽ വരുമല്ലോ, ഇതെല്ലാം നോക്കി അവസാനം നമ്മൾ ഏതായിരുന്നു പഴയത് നോക്കിയത്, എനിക്കൊരെണ്ണം ഇഷ്ടമായിരുന്നല്ലോ, അത് എവിടെ പോയി, അത് കാണുന്നില്ല, അങ്ങനെയുള്ള ടോട്ടൽ കൺഫ്യൂഷൻ. അപ്പോൾ നമ്മുടെ ടൈം സേവ് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണിത്. ഓക്കെ, സോ 37 is a magic number. Remember that. Okay, so thanks for watching. Thank you. Bye.